ഈ അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ ഉടമസ്ഥന്. ഈത്തപ്പഴം, മരുഭൂമിയിലുണ്ടാകുന്ന ഈത്തപ്പഴം, തേങ്ങാപ്പൂളി, കട്ടൻ ചായ, മൂന്നും നല്ല കോമ്പിനേഷനാ അല്ലെ? മൂന്നും നല്ല കോമ്പിനേഷന്. നമ്മൾ സാധാരണ ഈത്തപ്പഴം, കട്ടൻ ചായയും തേങ്ങാപ്പൂളും അല്ലെ, മൂന്ന് നല്ല കോമ്പിനേഷൻ നമ്മൾ തിന്നാറുണ്ട്. പക്ഷെ എന്താണ്, ഈത്തപ്പഴം ഉണ്ടാകണമെങ്കിൽ മരുഭൂമിയിൽ ചുടുകാറ്റടിക്കണം. മരുഭൂമിയിൽ ചുടുകാറ്റടിച്ചാൽ മാത്രമേ ഈത്തപ്പഴം പഴുക്കുള്ളൂ. തേയില ഉണ്ടായാൽ തണുത്ത പ്രദേശത്താണ്, ഊട്ടി പോലും മൂന്നാർ പോലുള്ള നമ്മുടെ നാട്ടിലാണെങ്കിൽ. നാളികേരം ഉണ്ടായാൽ നമ്മുടെ ഇടനാട്ടിലാണ്. മൂന്നും വ്യത്യസ്ത പ്രകൃതി അള്ളാഹ് നൽകിയതാണ്. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും പ്രകടമായി കാണുന്ന അള്ളാഹിന്റെ കാരുണ്യം എന്നുള്ള സിഫത്താണ്. വസിയത്ത് റഹ്മത്തി കുല്ല ഷൈ, എന്റെ കാരുണ്യം സകല വസ്തുക്കളെയും ആവരണം ചെയ്തിരിക്കുന്നു അള്ളാഹ് പറയണം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങേയറ്റത്തെ കാരുണ്യം എന്നാണ്, അങ്ങേയറ്റ കരുണ ചെയ്യുന്നവനാണ്. അതേ കരുണയില്ല അറബി വാക്കിനൊക്കെ അതേ അർത്ഥമാണ്, അങ്ങേയറ്റം, അങ്ങേയറ്റം കരുണ. റഹ്മാൻ. റഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കാരുണ്യത്തിന്റെ നൈരന്തര്യം, അതിന്റെ തുടർച്ച. അപ്പൊ അർ-റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിന്റെ പേമാരി, കാരുണ്യത്തിന്റെ പെരുമഴ. സഹോദരന്മാരെ, ഈ അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ ഉടമസ്ഥൻ. അവൻ നമ്മളെ വൃഥാവിൽ സൃഷ്ടിച്ചതല്ല. ഒരു ലക്ഷ്യത്തിന്റെ പേരിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് അയച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ, നബികൾ കാണിച്ച രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണം. ദുനിയാവ് താൽക്കാലികമാണ്, ഒരിക്കൽ തീർന്നു പോകും. ആഖിറത്തിൽ ഒരു ദിവസം ദുനിയാവിൽ 1000 വർഷത്തിന് തുല്യമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ദുനിയാവിൽ 60 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആഖിറത്തിൽ 1000 വർഷത്തിന് സമാനമായ ജീവിതത്തെ ദുനിയാവിലെ 60 വയസ്സുമായി തട്ടിച്ചു നോക്കുമ്പോൾ അയാൾ ദുനിയാവിൽ ജീവിക്കുന്ന ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. അത് ഇന്ന് നാളെ മറ്റന്നാളായിട്ട് തീർന്നു പോകും. ഇന്ന് നാളെ മറ്റന്നാളായിട്ട് തീർന്നു പോകും. അപ്പൊ മരണത്തിന് മുമ്പ്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് തയ്യാറെടുക്കണം. ദുനിയാവ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള സ്ഥലമല്ല, നമ്മളെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള സ്ഥലമാണ്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള സ്ഥലം എവിടെയാണ്? അത് സ്വർഗ്ഗമാണ്. മുടി നരക്കരുത് നമുക്ക് ആഗ്രഹമുണ്ട്, നടക്കൂല, നടക്കൂല അല്ലെ? ശരീരം ചുരുങ്ങിയതെന്ന് ആഗ്രഹമുണ്ട്, നടക്കൂല. അസുഖം വരുന്നതെന്ന് ആഗ്രഹമുണ്ട്, നടക്കൂല. മരിക്കരുതെന്ന് ആഗ്രഹമുണ്ട്, നടക്കൂല. പക്ഷെ ഈ ആഗ്രഹം തന്ന അള്ളാഹ് അത് പൂർത്തീകരിച്ചു തരും. എവിടെ? ആഖിറത്തിൽ. ദുനിയാവിന്റെ വസ്തുക്കളിൽ മനുഷ്യന്റെ ഹൃദയം യക്കീനായി പോയാൽ എന്താണ്? മനുഷ്യൻ അള്ളാഹിനെ മറക്കും. ദുനിയാവ് പ്രിയപ്പെട്ടതാകാൻ പാടില്ല, ഈമാൻ പ്രിയപ്പെട്ടതാകണം. ഹദീസിൽ ദുആ വരുന്നുണ്ട്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ, അല്ലാഹുവേ ഈമാൻ എനിക്ക് നീ പ്രിയപ്പെട്ടതാക്കിക്കൊണ്ടാ. വസൈനു ഫീ ഖുലൂബിന, എന്റെ ഹൃദയത്തിന്റെ അലങ്കാരമാക്കതിനെ. ഹൃദയത്തിന്റെ അലങ്കാരം ഈമാനാണ്. ഈമാൻ ഹൃദയത്തിന് പ്രിയപ്പെട്ടതാണ്. കുഫ്റ്, വഴികേട്, പാപങ്ങള്, ഇതിനോട് എനിക്ക് വെറുപ്പുണ്ടാക്കിക്കൊണ്ടാ. വജഅൽനാ മിനർ റാഷിദീൻ, എന്നെ നിന്റെ റാഷിദീങ്ങള്, സന്മാർഗദർശികളെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാ. ദുആ ചെയ്യാൻ അള്ളാഹ് പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മളിന്ന് കാണുന്നത്, കേൾക്കുന്നത്, ചിന്തിക്കുന്നത്, സംസാരിക്കുന്നതൊക്കെ ദുനിയാവാണ്. അങ്ങനെ ദുനിയാവിന്റെ മഹത്വം നമ്മുടെ ഹൃദയത്തിലുണ്ടായി. സഹാബാക്കളെ ഹൃദയത്തിൽ ഈമാനായിരുന്നു, അവരെ കയ്യിലായിരുന്നു ദുനിയാവ്. നമ്മുടെ ഹൃദയത്തിൽ എന്താണ്? ദുനിയാവും കയ്യിൽ ദീനുമാണ്. സഹാബാക്കൾക്ക് ദീനിന്റെ ഒരു ആവശ്യം വന്നപ്പോൾ കയ്യിലുള്ള ദുനിയാവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായി. നമ്മളെന്താണ്? ദുനിയാവിന്റെ ഒരു ആവശ്യം വന്നാൽ കയ്യിലുള്ള ദീനിനെ ഉപേക്ഷിക്കും. അത്രത്തോളം ദുനിയാവ് നമ്മളെ ഹൃദയത്തിൽ ഇറങ്ങി. ദുനിയാവ് നമ്മളെ ഹൃദയത്തിൽ ഇറങ്ങി. സഹാബാക്കൾ ഈമാൻ എന്തായിരുന്നു? ഒരു സഹാബി സ്ത്രീയുടെ കുട്ടി മരിച്ചു, ആ സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയണു ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ഇത്ര കാലം പോറ്റി വളർത്തിയ എന്റെ കുട്ടി വഫാത്തായിപ്പോയി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടി അതാ സ്വർഗത്തിൽ കളിച്ചുല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപാട് ആ സ്ത്രീ തല താഴ്ത്തി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് വീണ്ടും പറഞ്ഞു, നോക്കി, നിങ്ങളെ സ്ത്രീ അതാ സ്വർഗത്തിൽ കളിച്ചുല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സ്ത്രീ തല ഉയർത്തിയില്ല. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നോക്കിൻ, സ്വർഗത്തിലെ അവസ്ഥയാണ് കാണിക്കപ്പെടുന്നത്. നിങ്ങളെ കുട്ടി അതാ സ്വർഗത്തിൽ കളിച്ചുല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആ സ്ത്രീ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, എന്റെ കുട്ടി സ്വർഗത്തിൽ കളിച്ചുല്ലസിച്ചുകൊണ്ടിരിക്കുകയെന്ന് നിങ്ങൾ പറഞ്ഞ സമയത്ത് അത് എനിക്കെന്തായി ബോധ്യമായിട്ടുണ്ട്. ഇനി എന്റെ കണ്ണുകൊണ്ട് കണ്ട് എനിക്കത് യക്കീനാണ്ട ആവശ്യമില്ല. അങ്ങനെ വാക്ക് തന്നെ എനിക്ക് ഉറപ്പുണ്ട്. ഇതായിരുന്നു സഹാബാക്കളെ ഈമാൻ. നമ്മളെ ഈമാന്റെ അവസ്ഥ എവിടെയാണ്? നമ്മളെ ഈമാന്റെ അവസ്ഥ എവിടെയാണ്? അള്ളാഹു പറയണേ, പരസ്പരം പെരുമ കാണിക്കലും മനുഷ്യനെ അശ്രദ്ധനാക്കിയിരിക്കുന്നു.
അങ്ങനെ ചെയ്യണ്ട, നിങ്ങൾ ഖബർ വിസിറ്റ് ചെയ്യും. ഇൽമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട എന്ന് പറയാം. അറിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ട, നിങ്ങൾ ഖബർ വിസിറ്റ് ചെയ്യും, നിങ്ങൾ ഖബർ സന്ദർശിക്കും. ഇൽമുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇൽമ എന്ന് പറയാൻ നടത്തിയില്ല. നിങ്ങൾക്ക് ഇൽമിൽ യഖീനുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ. പിന്നെ പറയാണ് നിങ്ങളെ ജഹീം എന്ന നരകത്തിൽ പ്രവേശിപ്പിക്കും. അങ്ങനെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നു, അതിനുള്ള യഖീനാവും. മരിച്ചു കഴിഞ്ഞാൽ കണ്ണടഞ്ഞു പോയാൽ നിങ്ങളെ കണ്ണിലത് യഖീനാവും. അതുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് എന്താണ് ഈ യഖീൻ നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം പെരുമ കാണിച്ച് ദുനിയാവിൽ ജീവിക്കല്ലേ, അള്ളാഹുവിന് തെക്കുവ ചെയ്ത് ജീവിക്കും. തെക്കുവ ചെയ്ത് ജീവിക്കും. സഹാബാക്കളെ ഈമാന് എത്ര ഉയർന്നതായിരുന്നു. ഉഹദ് യുദ്ധം നടക്കുകയാണ്. നബി തങ്ങൾ വഫാത്തായി എന്നുള്ള കിംവദന്തി പറഞ്ഞു. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു യുദ്ധഭൂമിയിലേക്ക് ഓടുകയാണ്. അപ്പൊ കുറെ സഹാബാക്കള് ഈ ഇരിക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കണ ചോദിച്ചു. അപ്പൊ പറഞ്ഞ് അള്ളാഹുന്റെ റസൂൽ വഫാത്തായി പോയി. അപ്പൊ പറഞ്ഞ അള്ളാഹുന്റെ റസൂൽ എന്തിനു വേണ്ടിയാണ് ജീവൻ കൊടുത്തത്, അതിനുവേണ്ടി നിങ്ങളും ജീവൻ കൊടുക്കുക. എന്നിട്ട് ആ സഹാബി ശത്രുക്കളുടെ മധ്യത്തിലേക്ക് ഓടുകയാണ്. ആ സമയത്ത് ആ സഹാബിന്റെ കയ്യിൽ ഈത്തപ്പഴ ഉണ്ട്. ആ ഈത്തപ്പഴ ആ സഹാബി തിന്നാണ്. എന്നിട്ട് പറയാണ്, ഇത് പൂർത്തിയാക്കാൻ സമയമില്ല, കാരണം ഉഹദിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് സ്വർഗം മണക്കുന്നുണ്ട്. ഉഹദിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് സ്വർഗം മണക്കുന്നു. അവരിത് ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല. ദുനിയാവുന്ന സ്വർഗത്തിന്റെ സുഗന്ധം അവർക്ക് ആസ്വദിക്കാൻ പറ്റിയിരുന്നു. ദുനിയാവുന്ന സ്വർഗത്തിന്റെ സുഗന്ധം അവർക്ക് ആസ്വദിക്കാൻ പറ്റിയിരുന്നു. ഇതായിരുന്നു അവരെ ഈമാൻ. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മളെ ലാ ഇലാഹ എന്താണ്? സഹോദരന്മാരെ, കാര്യങ്ങൾ നടത്തുന്ന അള്ളയാണ്. മരുന്നുകൊണ്ടല്ല അസുഖം മാറുന്നത്. മരുന്നിലൂടെ രോഗം മാറ്റുന്ന ആരാണ്? അള്ളാഹുവാണ്. ഭക്ഷണത്തിലൂടെ വിശപ്പ് മാറ്റുന്ന ആരാണ്? അള്ളാഹുവാണ്. സൂര്യനിലൂടെ പ്രകാശം തരുന്ന ആരാണ്? അള്ളാഹുവാണ്. ചന്ദ്രനിലൂടെ നിലാവ് തരുന്ന ആരാണ്? വെള്ളത്തിലൂടെ ദാഹം മാറ്റുന്ന അള്ളാഹുവാണ്. സൂര്യൻ ഉദ്ദേശിക്കാണ് നമുക്ക് പ്രകാശം തരുന്നത്. അള്ളാഹിന്റെ സഹായം കൂടാതെ സൂര്യന് പ്രകാശം തരാൻ പറ്റുമോ? പറ്റൂല. ചന്ദ്രൻ നിലാവോ, വെള്ളത്തിന് ദാഹോ, ഭക്ഷണത്തിന് വിശപ്പോ, മരുന്നിന് രോഗം മാറ്റാനോ സാധിക്കൂല. അള്ളാഹുവിന്റെ ഹുക്കുമ അതിന്റെ മുകളിൽ ഇറങ്ങണം. അള്ളാഹിന്റെ ഹുക്കുമ അതിന്റെ മുകളിൽ ഇറങ്ങണം. ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് മാറാത്ത ആളുകളുണ്ട്. വെള്ളം കുടിച്ചിട്ട് ഹദീസിൽ വരുന്നുണ്ട്, അവിശ്വാസിയാൾ മരിക്കുന്ന സമയത്ത് അയാൾക്ക് ദാഹം ഉണ്ടാവും. സമുദ്രത്തിലെ വെള്ളം മുഴുവൻ കുടിപ്പിച്ചാൽ അയാൾ ദാഹം മാറൂല എന്ന്. വെള്ളമാണ് ദാഹം മാറ്റുന്നെങ്കിൽ ആ സമയത്ത് ദാഹം മാറൂല. അള്ളാഹിന്റെ ഹുക്കുമാണ്. ദുനിയാവിന്റെ മുഴുവൻ വസ്തുക്കൾ അള്ളാഹ് പരീക്ഷണത്തിന് വേണ്ടി സൃഷ്ടിച്ചാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതത്തെ മരണത്തെ അള്ളാഹ് സൃഷ്ടിച്ച് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ആരാണ് അള്ളാഹിന്റെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹിന്റെ പൊരുത്തം കരസ്ഥമാക്കുന്നത്, ആരാണ് അള്ളാഹിനെ ധിക്കരിച്ച് അള്ളാഹിന്റെ കോപം കരസ്ഥമാക്കുന്നത്, അള്ളാഹ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അള്ളാഹിനെ മനസ്സിലായാൽ മാത്രമേ അള്ളാഹിനെ അനുസരിക്കൽ എളുപ്പമായിട്ടുള്ളൂ. ഒരു സഹാബി ഒരു കൊട്ടാരത്തിൽ പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ കൊട്ടാരം വിറക്കാൻ തുടങ്ങി, കുലുങ്ങാൻ തുടങ്ങി. അല്ല, സഹാബി വീണ്ടും കലിമല്ലി, വീണ്ടും കൊട്ടാരം കുലുങ്ങാൻ തുടങ്ങി. അപ്പൊ അവിടുന്ന് രാജാവ് ചോദിച്ചു, നിങ്ങളെ വീട്ടിൽ നിന്ന് കലിമല്ലുമ്പോൾ നിങ്ങൾ വീട് കുലുങ്ങാറുണ്ടോന്ന്. കലിമന്റെ യാഥാർത്ഥ്യം ഹക്കീക്കത്ത് അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ ത്രാസിന്റെ ഒരു തട്ടിലും ലോകത്തെ മുഴുവൻ വസ്തുക്കളും ത്രാസിന്റെ മറ്റേ തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കനം തൂങ്ങും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തർത്ഥം? ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ യാഥാർത്ഥ്യമായാൽ ആകാശഭൂമികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കീഴ്പ്പെടുത്തി കൊടുക്കുന്ന. ഇബ്രാഹിം നബിന്റെ ഹൃദയത്തിൽ കലിമ യാഥാർത്ഥ്യമായി. ഇബ്രാഹിം നബിനെ തീന് കരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? തീന് വെയിറ്റില്ല, കെലിമക്കാണ് വെയിറ്റ്. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ഹൃദയത്തിൽ കെലിമ യാഥാർത്ഥ്യമായി. വടികൊണ്ട് സമുദ്രത്തിലടിച്ച് സമുദ്രം 2 പളർപ്പായി. 12 വഴികളില് ബനൂ ഇസ്രായേലിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്? കെലിമക്കാണ് വെയിറ്റ്. എന്തിനു വെയിറ്റില്ല? സമുദ്രത്തിന് വെയിറ്റില്ല. സമുദ്രത്തിന് വെയിറ്റില്ല. കെലിമ പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടി അള്ളാഹ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതാണ്. ഹദീസിന്റെ ആശയമാണ്. കെലിമ പറഞ്ഞ ഒരാൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ നിലനിർത്തും. എല്ലാവരും അവിശ്വാസികളാണ്. ഒരാൾ മാത്രമേ കെലിമ പറഞ്ഞുള്ളൂ. അയാൾക്ക് വേണ്ടിയിട്ട് സൂര്യൻ തിരിക്കും, സൂര്യൻ അസ്തമിക്കും, ചന്ദ്രൻ ഉദിക്കും അസ്തമിക്കും, സമുദ്രം, ഈ ദുനിയാവിന്റെ എല്ലാ ഏർപ്പാടുകളും അള്ളാഹു ആ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് നിലനിർത്തും. അതേസമയം ഒരാളില്ല കെലിമ പറഞ്ഞത്, ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ നശിപ്പിച്ചു കളയും. ഖിയാമത്ത് വരെയുള്ള ആ അവസ്ഥയിലാണ്. ഈമാൻ ആരുണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്റ്, യമന്റെ ഭാഗത്ത് ഒരു കാറ്റിനെ കൊടുത്തിട്ട് ഈമാൻ ആൾക്കാർ മുഴുവൻ മരിപ്പിച്ചു കളയും. അള്ളാഹിന്റെ കെലിമക്ക് വലിയ വിലയുണ്ട്. പക്ഷെ ഈ ദുനിയാവിന് അള്ളാഹിന്റെ അടുത്തൊരു വിലയില്ല.
അള്ളാഹു ഈ ദുനിയാവിന് അള്ളാഹിന്റെ അടുത്ത് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹിനെ നിഷേധിക്കുന്ന ഒരാൾക്ക് അള്ളാഹ് ഒരു ഇറക്ക് വെള്ളം കൊടുക്കൂല. അപ്പൊ സഹോദരന്മാർ, നമ്മളെ വിലത്ര, നമ്മളെ ഹൃദയത്തിലുള്ള കെലിമന്റെ വിലത്ര. ഒരു മുഅ്മിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കൽ അള്ളാഹ്ക്ക് കഅബ പൊളിക്കുന്നതിനേക്കാൾ ദേഷ്യമുള്ള കാര്യമാണ്. കാരണം ആ മുഅ്മിന്റെ ഹൃദയത്തിൽ കെലിമുണ്ട്. മുഅ്മിന്റെ ഹൃദയത്തിൽ എന്തുണ്ട്? കെലിമുണ്ട്. ഇത്രയും വലിയൊരു കെലിമയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ളത്. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പിതൃവ്യൻ അബൂ താലിബിനെ ഹിദായത്ത് കിട്ടാൻ ആഗ്രഹിച്ച പോലെ ആർക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല നബി തങ്ങൾ. അബൂ താലിബിന് ഹിദായത്ത് കിട്ടാൻ നബി തങ്ങൾ ദുആ ചെയ്തപോലെ ആർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടില്ല. പക്ഷെ അബൂ താലിബ് അള്ളാഹ് ഹിദായത്ത് കൊടുത്തില്ല. എന്തിന്റെ പേരിൽ? തലബ് ആഗ്രഹമാണ്. അബൂ താലിബ് ആഗ്രഹത്തിന്റെ ആളാണ്, ആഗ്രഹത്തിന്റെ ബാപ്പയാണ്. പക്ഷെ എന്താണ്? സ്വന്തമായിട്ട് ആഗ്രഹമില്ല, അള്ളാഹ് കൊടുത്തില്ല. നൂഹ് നബിന്റെ ഭാര്യക്ക് കൊടുത്തില്ല, ആസിയാബിക്ക് കൊടുത്ത്, പക്ഷെ ഫിറഔന് കൊടുത്തില്ല. ഇബ്രാഹിം നബിക്ക് കൊടുത്ത് ഖലീലാക്കി, ഇബ്രാഹിം നബിന്റെ വാപ്പാക്ക് കൊടുത്തില്ല. ഇത് കുടുംബബന്ധത്തിന്റെ പേരിൽ കിട്ടുന്നതല്ല, രക്തബന്ധത്തിന്റെ പേരിൽ കിട്ടുന്നതല്ല. നൂഹ് നബിനോട് അള്ളാഹ് എന്താ പറഞ്ഞത്? സമുദ്രത്തിൽ മകൻ മുങ്ങി മരിക്കാണ്. പിതൃസഹജമായിട്ടുള്ള സ്നേഹത്തോടെ മോനെ കപ്പലിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞ അള്ളാഹ് എന്താ പറഞ്ഞത്? താക്കീ നൽകി. നൂഹ് അവന്റെ മകനല്ല, സ്വന്തം രക്തത്തിൽ പറഞ്ഞ മകനാണ്. പക്ഷെ അള്ളാഹിന്റെ മുമ്പിൽ എന്തല്ല? മകനല്ല. കാരണം എന്താണ്? കെലിമല്ല. ഈമാന്റെ പേരിലുള്ള ബന്ധത്തിന് അങ്ങനത്തെ സമയങ്ങളിൽ എന്താണ്? രക്തബന്ധത്തെക്കാൾ വിലയുണ്ട്. സാധാരണ കെലിമ, അതിന്റെ വില എന്താണ്? ഈ കെലിമ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. പക്ഷേ ഈ കെലിമയുടെ യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരണം, അതിന്റെ ഹക്കീക്കത്ത്. ഈ കെലിമ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ യാഥാർത്ഥ്യമായ അയാൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമിയേക്കാൾ വിശാലമായ സ്വർഗത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് പോകാനുള്ള സ്ഥലം എവിടെയാണ്? സ്വർഗ്ഗാണ്. നമ്മളെ തറവാട് സ്വർഗ്ഗാണ്. ആദം നബിനെ അങ്ങോട്ട് അയച്ചതാണ്. അള്ളാഹിന്റെ കൽപ്പനകൾ പൂർത്തീകരിച്ച ആളുകൾക്ക് മാത്രമേ സ്വർഗത്തിൽ ജീവിക്കാനുള്ള യോഗ്യത ഉള്ളൂ. പഴം കഴിച്ചതിന്റെ പേരിൽ ദുനിയാവിലേക്ക് അയച്ചു. പക്ഷെ ആദം നബിന്റെ മക്കളായ നമ്മളോട് അള്ളാഹ് പറഞ്ഞാണ്, ഇനി അള്ളാഹുവിനെ അനുസരിക്കുന്ന ആ യോഗ്യതകൾ ഉണ്ടാക്കിയെടുക്കി, എന്നിട്ട് തിരിച്ച് സ്വർഗത്തിലേക്ക് വരും. അള്ളാഹു അദൂ ഇലാ ദാറുസ്സലാം. അള്ളാഹു നിങ്ങളെ സ്വർഗത്തിലേക്ക് ദഅവത്ത് ചെയ്യാണ്, ക്ഷണിക്കുകയാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കും. അള്ളാഹ് പറയണം, ആകാശഭൂമിയിലേക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക്. സ്വർഗത്തിൽ അവസാനമായി പ്രവേശിക്കുന്ന ഒരാളെ പറ്റി ഹദീസിൽ വരുന്നുണ്ട്. അയാൾ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കും. അങ്ങനെ സ്വർഗത്തിന്റെ ഗേറ്റിങ്ങിൽ നിന്നിട്ട് സ്വർഗത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടു നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അള്ളാഹുവിനോട് പറയും, അള്ളാഹു ഈ വാതിലൂടെ എന്നെ അകത്തോട്ട് പ്രവേശിപ്പിക്കണമെന്ന്. അപ്പൊ അള്ളാഹു പറയും, അഥവാ ഞാൻ നിന്നെ അകത്തോട്ട് കടത്തുകയാണെങ്കിൽ, പ്രവേശിപ്പിക്കുകയാണെങ്കിൽ വേറെ കുറെ ആവശ്യങ്ങൾ വീണ്ടും ഈ ചോദിക്കും. അപ്പൊ അദ്ദേഹം പറയും, അള്ളാഹുവേ, നിന്റെ മഹത്താണ്, ഔന്നിത്യാണ്, നിന്റെ പ്രതാപാണ് സത്യം, എന്നെ ജസ്റ്റ് സ്വർഗത്തിന്റെ അകത്തേക്ക് കടത്തിയമായി ഞാൻ വേറെ ഒന്നും ചോദിക്കൂലെന്നറിയും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനെ സ്വർഗത്തിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കും. അങ്ങനെ ആ സ്വർഗത്തിന്റെ അത്ഭുതങ്ങൾ കണ്ട് പരതന്ത്രരായി നിൽക്കുന്ന സമയത്ത് അടുത്ത സ്വർഗത്തിന്റെ ഡോർ ഓപ്പൺ ആകുന്നു. അപ്പൊ നിൽക്കുന്ന സ്വർഗത്തിന്റെ മതിപ്പ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പോകും. അപ്പൊ അള്ളാഹോട് പറയും, അള്ളാഹുവേ, ഞാൻ അങ്ങോട്ട് കടക്കട്ടെ വയ്ക്കും. അപ്പൊ അള്ളാഹ് ഇയല്ലേ പറഞ്ഞത്, ഇനി ഒന്നും ചോദിക്കൂല. അപ്പൊ പറയും, അള്ളാഹുവേ, നിന്നെ മഹത്താണ്, ഔന്നിത്യാണ്, നിന്റെ പ്രതാപാണ് സത്യം, ഇതും കൂടി വേറൊന്നും ചോദിക്കൂല അറിയും. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തെ അകത്തേക്ക് പ്രവേശിപ്പിക്കും. ഇത് പലതവണ ആവർത്തിക്കും. അങ്ങനെ അവസാനമായി അദ്ദേഹം ഒരു സ്വർഗത്തിലെത്തും. ആ സ്വർഗത്തിലെത്തുന്ന സമയത്ത് പ്രകാശം സ്ഫുരിക്കുന്ന മുകളിൽ ഒരാൾ അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അയാളെ കണ്ടപാടെ ഈ സ്വർഗവാസി അദ്ദേഹത്തിന് മുമ്പിൽ സുജൂദിൽ വീഴും. അപ്പൊ അയാൾ ചോദിച്ചു, എന്താ കാര്യം നോക്കും. അപ്പൊ സ്വർഗവാസി അറിയും, നിങ്ങൾ എന്റെ റബ്ബല്ലേ നോക്കും. അപ്പൊ അയാൾ പറയും, ഞാൻ നിന്റെ റബ്ബല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വേണ്ടി ആയിരക്കണക്കിന് സ്വർഗങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓരോ സ്വർഗത്തിനിടയിലും ഓരോ വർഷത്തെ വഴിദൂരുണ്ട്. പക്ഷെ ഏറ്റവും ദൂരമുള്ള സ്വർഗം ഏറ്റവും അടുത്ത സ്വർഗം പോലെ എനിക്ക് കാണാൻ പറ്റും. 1000 സ്വർഗത്തിനും 1000 മേൽനോട്ടക്കാരുണ്ട്. അതിലൊരു സ്വർഗത്തിന്റെ മേൽനോട്ടക്കാരൻ മാത്രമാണ് ഞാനെന്ന് പറയും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രീൻ എമറാൾഡിന്റെ അഥവാ പച്ച മരതകത്തിന്റെ ഒരു ഡോറ് മുമ്പിൽ ഓപ്പൺ ആവും. ആ ഡോറിലൂടെ അദ്ദേഹം അകത്തോട്ട് കടക്കും. അപ്പം 70 ഡോറുകൾ കാണാൻ പറ്റും. 70 ഡോറിന് മുമ്പിൽ പരിചാരകന്മാരുണ്ടാവും, ഹൂറിമാരുണ്ടാവും, ഇരിക്കാനുള്ള കുഷ്യനുണ്ടാവും. അങ്ങനെ ഒരു കുഷ്യനിൽ മുമ്പിൽ ഇരിക്കും. ആ സമയത്ത് എന്താണ്, ഒരു ഊറി ഒരു വൈനിന്റെ ഗ്ലാസ് ഇദ്ദേഹത്തിന് കൊടുക്കും. അങ്ങനെ ഈ വൈൻ ഇദ്ദേഹം കുടിക്കും. കുടിച്ചു കഴിയുമ്പോൾ ഈ സ്ത്രീ ഇദ്ദേഹത്തോട് പറയും, നിങ്ങൾ ഈ വൈന് കുടിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നേക്കാൾ നിങ്ങളുടെ സൗന്ദര്യം 70 മടങ്ങ് 70 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം ഈ ഹൂറിനോട് പറയും, നീ എനിക്ക് ആ ഗ്ലാസ് തരുന്നതിന് മുമ്പുണ്ടായിരുന്നേക്കാൾ 70 ഇരട്ടി നിന്റെ സൗന്ദര്യം ആ ഗ്ലാസ് എനിക്ക് നൽകിയതിന് ശേഷം വർദ്ധിച്ചിട്ടുണ്ട്.
ഷീ വിൽ ബി വെയറിംഗ് 70 ഡിഫറെന്റ് പയേഴ്സ് ഓഫ് ക്ലോത്ത്സ്. അവള് വ്യത്യസ്ത തരത്തിലുള്ള 70 ജോഡി